ഷാദെ, എനിക്ക് ഫ്രീലാൻസിങ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ അറിയാം, സ്കില്ലൊക്കെ വെച്ച് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് അറിയുമല്ലോ, ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പൈസ അവർക്ക് കോട്ട് ചെയ്യണം, എത്ര പൈസ ചാർജ് ചെയ്യണം എന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യണ കുറച്ച് പേഴ്സൻറ്റേജ് എങ്കിലും ഓൾറെഡി ഫ്രീലാൻസിങ്ങിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കും. ആ ആൾക്കാർക്ക് ഏറ്റവും ഉള്ളൊരു സംശയമാണ്, ദാറ്റ് ഈസ് എങ്ങനെ ഞാൻ പൈസ പറയും, എന്തിൻ്റെ ബേസിൽ ഞാൻ പൈസ പറയും, കൃത്യമായിട്ട് അതിനൊരു ഫോർമുല തരാൻ വേണ്ടി പറ്റുമോ, ആ ഫോർമുല ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ എനിക്ക് എത്ര പൈസ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെയൊരു സംശയം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വഴി, ദാറ്റ് ഈസ് ഒരൊറ്റ യൂട്യൂബ് പ്ലേലിസ്റ്റ് വഴി 3 സ്കിൽസ് പഠിപ്പിച്ച് തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഈ ഒരു സീരീസിൻ്റെ ആദ്യത്തെ സ്കില്ലിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് ഞാൻ എല്ലാ ആൾക്കാരെയും വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സ്കില്ലിന് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിന് പ്രൈസിങ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ റെഡി അല്ലേ? ഉറപ്പായിട്ടും നോട്ട്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സമയമില്ലെങ്കിൽ വാച്ച് ലേറ്ററിലൊക്കെ ഇട്ട് ഇത് ഫുള്ളി കാണുന്നുണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഇഫ് നീഡഡ് 1.5x മാറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും മൊത്തമായിട്ട് കാണുക. ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് യു വിൽ ക്ലിയർലി നോ എനിക്കിപ്പോൾ എങ്ങനെ എന്തിൻ്റെ ബേസിൽ എത്രയൊക്കെ പൈസ ചാർജ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ആദ്യമായിട്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് അല്ലേ. ദാറ്റ് ഈസ് വീഡിയോ എഡിറ്റിങ്ങിന് ഒരു പൈസ ആയിരിക്കും, വെബ് ഡെവലപ്മെൻറ്റ് വേറെ തന്നെ ഒരു പൈസ ആയിരിക്കും. ചില ആൾക്കാർ എത്രയോ പൈസ കോട്ട് ചെയ്യണു, ചില ആൾക്കാർ അതേ സമയത്തിൽ വളരെ കുറഞ്ഞ പൈസ കോട്ട് ചെയ്യണു. ഇങ്ങനെ വളരെ 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 ഡിഫറെൻറ്റ് സാധനങ്ങളാണ് ഓരോ ആൾക്കാരും ചെയ്യണത്. അപ്പോൾ ഇതിനെ ശരിക്കും കൃത്യമായിട്ടൊരു ഫോർമുലയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് ഉറപ്പായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചായിരുന്നു. അപ്പോൾ ആ ചാലഞ്ച് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഒരു സാധനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് അസ്യൂം ഇത് ഞാൻ വരച്ചിട്ടുള്ളത്, കുറേയിൽ എനിക്ക് കുറച്ച് കഴിവുണ്ട്, എന്നാലും ഞാൻ വരച്ചിട്ടുള്ളത് നിങ്ങളെയാണ് എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള സ്കില്ല് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്നു. ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ സലീലും ഉണ്ട്, ബാക്കിൽ സുദർശും ഉണ്ട്. സലീൽ എന്നുള്ള വീഡിയോ എഡിറ്ററുടെ അടുത്തേക്ക് സുദർശ് എന്നുള്ള ക്ലയൻറ്റ് എൻക്വയറി ചെയ്തു. ദാറ്റ് ഈസ് സലീൽ ഈ പറയുന്ന GTMs ഒക്കെ വഴി. ഇനി അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോ ഉറപ്പായിട്ടും കാണണേ. അപ്പോൾ സലീൽ ഈ ഇൻസ്റ്റഗ്രാം വീഡിയോയും അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ പോസ്റ്റും അവിടെ ഇവിടെ ഇട്ടിട്ട് GTM ഒക്കെ വഴി സുദർശിൻ്റെ അടുത്തത് സുദർശ് സലീലിനെ കണ്ട് മെസ്സേജ് അയച്ചു. സലീലെ, എനിക്ക് 10 വീഡിയോ എഡിറ്റ് ചെയ്യണം എന്ന് സുദർശ് പറഞ്ഞു. അപ്പോൾ ഇവനും 10 വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. സലീലിൻ്റെ സംശയം, ഹൗ മച്ച് ഡു ഐ ചാർജ്, എത്ര പൈസ ഞാൻ സുദർശിൻ്റെ അടുത്ത് പറയും? ഓക്കെ, മനസ്സിലാക്കിക്കോ. ദാറ്റ് ഈസ് പ്രൈസിങ്ങിൽ ആക്ച്വലി യു ഹാവ് 4 ലെവൽസ്, 1 2 3 4. ആൻഡ് ഈ 4നെ നമുക്ക് 0 1 2 3 എന്ന് വിളിക്കാം. 0യിലുള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. മേ ബി 0 ക്ലയൻസ്, ഒരു ഫ്രീലാൻസിങ് ഗിഗ് അല്ലെങ്കിൽ ഫ്രീലാൻസിങ് സംഭവം സ്കില്ല് നിങ്ങൾ പഠിച്ചു വന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റേജാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ആണ് നിങ്ങൾ 0യിലുള്ളത്. ഇനി ലെവൽ 1 എന്ന് പറയണത് കുറച്ചൊക്കെ ക്ലയൻറ്റ് ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് ലെവൽ 1 എന്ന് പറയണത്. ലെവൽ 2 എന്ന് പറയണത് അല്ലെങ്കിൽ വേണ്ട, എനിക്ക് തോന്നുന്നത് 0 ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് 1 എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ദാറ്റ് ഈസ് ലെവൽ 0യിലുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ജസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആക്ച്വലി മണി അല്ല. എന്താ? എക്സ്പീരിയൻസ്, പോർട്ട്ഫോളിയോ, POW, ദാറ്റ് ഈസ് പ്രൂഫ് ഓഫ് വർക്ക്. ഇതാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഔട്ട്കം എന്ന് പറയുന്നത്. അതായത് ഞാൻ വീഡിയോ എഡിറ്റിംഗ് ജസ്റ്റ് പഠിച്ചു വന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര പൈസ ഞാൻ ചാർജ് ചെയ്യുന്നു നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക പോലും വേണ്ട, അല്ലെങ്കിൽ ആ ഔട്ട്കത്തിലേക്ക് ഫോക്കസ് ചെയ്യുക വേണ്ട. പക്ഷേ എക്സ്പീരിയൻസ്, പ്രൂഫ് ഓഫ് വർക്ക്, അതുപോലെ പോർട്ട്ഫോളിയോ, ഇതാണ് എൻ്റെ ഫോക്കസ്. അതുകൊണ്ട് തന്നെ എത്ര പൈസ കിട്ടിയാലും നിങ്ങൾക്കത് മെച്ചം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നല്ല വർക്ക്സ് നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് തന്നെ നല്ല പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ എന്നുള്ള ആംഗിളിൽ നിങ്ങൾ ഇതിനെ നോക്കിക്കാണുക. നല്ല പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ആ വീഡിയോക്ക് യൂഷ്വലി ആ പ്രൊഫൈലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10,000 വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ
ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോക്ക് 1,00,000 വ്യൂസ് എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രൂഫ് ഓഫ് വർക്ക് അല്ലേ. ദാറ്റ് ഈസ് ഞാൻ ചെയ്ത പണിക്ക് ഒരു ഔട്ട്കം അച്ചീവ് ചെയ്തു. അങ്ങനെ എൻ്റെ അടുത്ത് കൃത്യമായിട്ടൊരു പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ടെങ്കിൽ അതിലേക്കാണ് നിങ്ങൾ ലെവൽ 0 ഫോക്കസ് ചെയ്യേണ്ടത്, പൈസയിലേക്കല്ല. അപ്പം നിങ്ങൾക്ക് ഐദർ 0 ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് പൈസ കിട്ടണോ അത് മെച്ചം എന്ന് തീരുമാനിക്കാം. ലെവൽ 0 നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലിവിങ് മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ തരുന്നത് ഫ്രീലാൻസിങ് ആവരുത്, വേറെ എന്തെങ്കിലും ആയിരിക്കണം. അതിൻ്റെ സൈഡായിട്ട് നിങ്ങൾ ഫ്രീലാൻസിങ് ചെയ്യണമെന്നാണ് ഞാൻ പേഴ്സണലി, അഗെയിൻ വളരെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി എൻ്റെ ആംഗിളിലുള്ള പ്ലേ ബുക്ക് ആട്ടെ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണേ. സോ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആക്ച്വലി പൈസ കിട്ടണേ, മേ ബി ഒരു ജോബ് ഓർ സംതിങ്. ബട്ട് ഫ്രീലാൻസിങ് എന്നുള്ളത് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, നൗ വിൽ ഡിസ്കസ് അബൌട്ട് ലെവൽ 1. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇത്തിരി പ്രോജക്റ്റിലൊക്കെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തു, അങ്ങനെ കുറച്ച് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, എനിക്കൊരു ഇത്തിരി കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീലാൻസിങ് ജോബിൽ മാർക്കറ്റ് ആവറേജ് സ്റ്റാൻഡേർഡ് എത്രയാണോ, ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആവറേജ് സ്റ്റാൻഡേർഡ്സ് കിട്ടും. ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ വെച്ചാൽ 800 മുതൽ ഒരു 1500 വരെയൊക്കെയാണ് ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കാം. ഒരു ചെറിയ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് സ്റ്റാൻഡേർഡിൻ്റെ, നിങ്ങളുടെ മാർക്കറ്റ് സ്റ്റാൻഡേർഡിൻ്റെ, ഇതും ലൊക്കേഷൻ ബേസിലും മറ്റു കുറേ കാര്യങ്ങൾ വേരി ചെയ്യും, പക്ഷെ നിങ്ങളുടെ ആവറേജ് മാർക്കറ്റ് സ്റ്റാൻഡേർഡിൻ്റെ താഴെ ആയിരിക്കണം നിങ്ങൾ ലെവൽ 1 ചാർജ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് മാർക്കറ്റ് സ്റ്റാൻഡേർഡിൻ്റെ താഴത്ത് ചാർജ് ചെയ്യണം എന്ന് പറയണത്? ബിക്കോസ് ഇവിടെയും ആക്ച്വലി നിങ്ങളുടെ POW ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടിപൊളിയായിട്ടുള്ള പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കുക, അടിപൊളിയായിട്ടുള്ള പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ടായിരിക്കുക. ബിക്കോസ് അതാണ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണത്. നൗ ഈ സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞു മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് അനലൈസ് ചെയ്ത് അതിൻ്റെ താഴെ ആയിരിക്കണം ചാർജ് ചെയ്യണത്. ലെവൽ 2 ഇസ് വെൻ യു പൊസിഷൻ യുവർ സെൽഫ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ICP ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് പൊസിഷനിങ്, എന്താണ് ICP എന്ന് തീരുമാനിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആസ് എ വീഡിയോ എഡിറ്റർ എന്നെ പൊസിഷൻ ചെയ്യണത് ഇൻസ്റ്റഗ്രാം റീൽസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം കോണ്ടന്റ്, അടിപൊളിയായിട്ടുള്ള റീച്ച് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഷോർട്ട് ഫോം കോണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു കില്ലർ എഡിറ്റർ ആയിട്ടാണ് എന്നെ ആളുകൾ കാണേണ്ടത്. ഇതാണ് എൻ്റെ പൊസിഷനിങ്. ഇതേപോലെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു പൊസിഷനിങ് ഡിഫൈൻ ചെയ്യാം. ഞാൻ എങ്ങനെയാണ് പൊസിഷൻഡ് ആവേണ്ടത്? ഞാനൊരു ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂസ് അച്ചീവ് ചെയ്യുന്ന തംബ്നെയിൽസ് ഉണ്ടാക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള സീൻ ഡിസൈനർ, അല്ലെങ്കിൽ നിങ്ങൾ ഇവനെ കൊണ്ടൊരു ഡിസൈൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസൈനിന് വിഷയ ലുക്കായിരിക്കും, അല്ലെങ്കിൽ വിഷയം റിസൾട്ട്സ് ആയിരിക്കും. എന്താണോ സക്സസ് മെട്രിക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് അബൌട്ട് ദ പൊസിഷനിങ്. എനിക്ക് എങ്ങനെയാണ് പ്ലേസ്ഡ് ആകേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം നിങ്ങൾക്ക് ഈ ഏരിയയിൽ. അവിടെ നിങ്ങൾക്കൊരു ICP ഉണ്ടായിരിക്കണം, ഐഡിയൽ കസ്റ്റമർ പെർസോണ. എന്നെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ഫോം റീൽ എഡിറ്റ് ചെയ്യുന്ന ആളാണ് ഞാനെന്നുണ്ടെങ്കിൽ അതിൽ റിസൾട്ട് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ എൻ്റെ ICPൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വീഡിയോയ്ക്ക് ഇത്ര പൈസ പേ ചെയ്യാനൊക്കെ ക്യാപ്പബിൾ ആയിട്ടുള്ള, വീഡിയോൻ്റെ ഉള്ളിൽ നിന്ന് വെറുതെ പബ്ലിഷ് ചെയ്യാന്നുള്ളതിന് പകരം റിസൾട്ടോട് കൂടി പബ്ലിഷ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് കമ്പനീസ് ആയിരിക്കും എൻ്റെ ഐഡിയൽ കസ്റ്റമർ. ഇത് ഡിഫൈൻഡ് ആയിരിക്കണം. ഇത്തരം ഓഡിയൻസിലേക്ക് നിങ്ങളുടെ പൊസിഷനിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ടു ബി ഹോണസ്റ്റ്, ഞാൻ ലെവൽ 0 ഇതൊക്കെ ഞാൻ അതിന് ശേഷം ഉണ്ടാക്കിയതാട്ടോ. പക്ഷേ ലെവൽ 0 ഞാൻ ആക്ച്വലി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലം ലെവൽ 1 മുകളിൽ വർക്ക് ചെയ്തതാണ്. എനിക്ക് നല്ല പോർട്ട്ഫോളിയോ, എനിക്ക് നല്ല പ്രൂഫ് ഓഫ് വർക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പൈസയിലധികം ഫോക്കസ് ചെയ്യാതെ വർക്ക് ചെയ്ത് പോയതാണ്. പക്ഷേ വൺസ് എനിക്ക് ആ കോൺഫിഡൻസ് വന്നപ്പോൾ, എവിടെയാണ് എനിക്ക് റിസൾട്ട് വരുന്നത്, എങ്ങനെയാണ് എനിക്ക് പൊസിഷൻഡ് ആകേണ്ടത് എന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയപ്പോൾ, എൻ്റെ ICPയിലേക്ക് എനിക്ക് കൃത്യമായ ധാരണ വന്നപ്പോൾ, ഞാൻ ആക്ച്വലി എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നോ അതിൻ്റെ ഡബിൾ ഓർ ട്രിപ്പിളിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ആസ് എ ഫ്രീലാൻസർ. പക്ഷെ ഓൺലി അറ്റ് ലെവൽ 2. എന്താ പ്രശ്നം അറിയോ? ഈ ലെവൽ 2 ആൾക്കാർ തുടക്കത്തിലേ അങ്ങ് ചെയ്യാൻ നോക്കും. ഓൻ അത്ര പൈസയിൽ ചാർജ് ചെയ്യണം, അപ്പം ഞാൻ ഇവിടെ എത്ര പൈസ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഓൻ അവിടെ ആ പൈസ ചാർജ് ചെയ്ത് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആകെ തുടങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ ഏത് ലെവലിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഇത് ഡിഫൈൻ ചെയ്യണത്. നൗ വാട്ട് ഈസ് ലെവൽ 3? ഇറ്റ് ഈസ് കീപ്പിംഗ് അപ്പ് യുവർ പൊസിഷനിങ് ആൻഡ് ഇംപ്രൂവിങ് യുവർ പൊസിഷനിങ്.
എന്താ ശരിക്കും കീപ്പിംഗ് അപ്പ് ആൻഡ് ഇംപ്രൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ICPയുടെ പൊസിഷനിങ് എനിക്ക് കൃത്യമായൊരു ധാരണ ഉണ്ട്. അത് ഞാൻ പ്രോപ്പർലി കീപ്പിംഗ് അപ്പ് ചെയ്യണു, അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് ഫോം കോണ്ടന്റ് ഇത്ര റീച്ച് ക്രിയേറ്റ് ചെയ്യണ ഒരു കൈൻഡ് ഓഫ് എഡിറ്ററാണ് എന്നുള്ളതാണ് എൻ്റെ പൊസിഷനിങ് എന്നുണ്ടെങ്കിൽ ലെവൽ 3ലേക്ക് ഞാൻ എത്തുക. ഞാൻ ഓൾവേസ് അവിടെ ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നു, റീച്ച് കൂടുന്നുണ്ട്, എൻ്റെ വീഡിയോ ക്വാളിറ്റി കൂടുന്നുണ്ട്, എൻ്റെ കൈൻഡ് ഓഫ് ICP വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സ്റ്റേജാണ്. ഇവിടെ നിങ്ങളുടെ സ്കില്ലിനും നിങ്ങളുടെ റിസൾട്ടിനുമാണ് പൈസ. ദാറ്റ് ഈസ് എപ്പോഴും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സർവീസ് കൈൻഡ് ഓഫ് സാധനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഇഫ് നിങ്ങൾക്കൊരു ഹ്യൂജ് ഇമ്പാക്റ്റ്, മാർക്കറ്റ് ആവറേജിൻ്റെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നിങ്ങൾ പറയുന്ന ഒരു പൈസയിലേക്ക് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ടും പറ്റും. ദാറ്റ് ഈസ് ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിൽ ഒരു 10 രൂപയാണ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം കേട്ടോ, ഒരു 10 രൂപയാണ് ചാർജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് 10 രൂപയാണെങ്കിൽ, ഞാനൊരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആളാണ്, എന്നാൽ ഞാൻ മാനേജ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഈ ലെവലിലായിരിക്കും ഇവിടെ എത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആ പോർട്ട്ഫോളിയോ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ 10ന് പകരം 50 തരാൻ ആൾക്കാർ റെഡി ആയിരിക്കും. ഇത് ഓൾവേസ് മാർക്കറ്റിലുള്ള സാധനമാണ്. ആൻഡ് ദിസ് ഇസ് ദ പ്ലേ ബുക്ക്. നിങ്ങൾ ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കുക. ആ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി എത്ര പൈസ വാങ്ങിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതും നിങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു വിൽ ക്ലിയർലി നോ ദാറ്റ് ഇസ് ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ ആ വിസിബിലിറ്റി വഴി ഞാൻ ഒരു ലീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പൈസ ഞാൻ കോട്ട് ചെയ്യണം. നൗ നിങ്ങൾ ആ പൈസ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 30-70, 50-50 ആൻഡ് 100% അപ്ഫ്രണ്ട്. ദാറ്റ് ഈസ് ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 30% വാങ്ങിച്ചിട്ട് വർക്ക് കഴിഞ്ഞ് 70% വാങ്ങിക്കാം. മേ ബി ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ അതായിരിക്കും കുറച്ചുകൂടി വർക്ക് ആവുക. ദെൻ സെക്കൻഡ് വരുന്ന സമയത്ത് 50-50, ദാറ്റ് ഈസ് ഇനീഷ്യലി 50% ഓഫ് ദ ടോട്ടൽ പ്രോജക്റ്റ്. 10 വീഡിയോക്ക് 10,000 അല്ലെങ്കിൽ 20,000 കോട്ട് ചെയ്തെങ്കിൽ അതിന് 50% ആദ്യം വാങ്ങുന്നു. വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 50 വാങ്ങുന്നു. ദെൻ നിങ്ങൾ മേ ബി ലെവൽ 2 or 3 എത്തുമ്പോൾ നിങ്ങൾക്ക് 100% അപ്ഫ്രണ്ട് വരെ വാങ്ങിക്കാം. സെക്കൻഡ്, നിങ്ങൾ ഈ ലെവൽ 2 or 3 എത്തുമ്പോൾ നിങ്ങളുടെ ഫ്രീലാൻസിങ്ങിനെ നിങ്ങൾക്ക് പതിയെ ഏജൻസി ആക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. നീട്ടി വലിക്കണില്ല, പ്രൈസിങ് നിങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സോ ദാറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ബിക്കോസ് അടിപൊളിയായിട്ടുള്ള വാല്യൂ ആഡഡ് കോണ്ടന്റ് ഇത് മാത്രമല്ല, ഇനി ഒരുപാട് ഉണ്ടാവും എന്നുള്ളത് 100% ഷുവറാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ.